സൺഡേ ശാലോമിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ജോൺ മല്ലികശ്ശേരി. 2023 ഒക്ടോബർ 7 ഇസ്രായേലിൽ നിന്ന് ഹമാസ് ഭീകരർ പിടിച്ചുകൊണ്ടുപോയ ദമ്പതികൾ ജൂഡിത്ത് വീൻസ്റ്റീൻ്റെയും ഗാദ് ഹഗായിയുടെയും മൃതദേഹങ്ങൾ, 70 വയസ്സുള്ള സ്ത്രീയും 72 വയസ്സുള്ള പുരുഷനുമാണ്, കപ്പിളാണ്. രാവിലെ നടക്കാനിറങ്ങിയവരായിരുന്നു. അവർക്ക് അന്ന് തന്നെ വെടിയേറ്റിരുന്നു. വെടിയേറ്റ വിവരം ജൂഡിത്ത് വീൻസ്റ്റീൻ പോലീസിനെ വിളിച്ചറിയിച്ചിരുന്നു. പക്ഷേ അവരുടെ ശരീരങ്ങൾ മരിച്ചിട്ടാണോ ജീവനോടെയാണോ ഈ ഹമാസ് ഭീകരർ വഹിച്ചു കൊണ്ടുപോയി. അവർക്കതുകൊണ്ട് വലിയ തൃപ്തി കിട്ടിയിട്ടുണ്ടാവും എന്ന് വേണം വിചാരിക്കാൻ. അവർ കൊണ്ടുപോയ ആ ശരീരങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു ടണലിലെ സെർച്ചിനിടയിലൂടെ മൃതശരീരങ്ങൾ ഇവരുടേത് ലഭിച്ചതായി IDF റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വളരെ കോഷ്യസ് ആയിട്ട് IDF ഗാസയിൽ ഓരോ സ്ഥലത്തും ലഭിക്കുന്ന ഓരോ മൃതദേഹങ്ങളും DNA മാച്ച് നടത്തി അതിവിടെ നഷ്ടപ്പെട്ട ആളുകളുടെ മൃതദേഹങ്ങളാണോ എന്ന് അവർ തിരിച്ചറിയുന്നുണ്ട്. ധാരാളം പാലസ്തീനുള്ള മൃതദേഹങ്ങളും കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതിനിടയിലൂടെ ഇസ്രായേലിൽ നിന്ന് നഷ്ടപ്പെട്ട ആളുകളുടെ മൃതദേഹം കൃത്യമായി തിരിച്ചറിഞ്ഞ് അവ കൊണ്ടുവരുവാൻ IDFന് സാധിക്കുന്നുണ്ട്. അവരുടെ ഈ റെയ്ഡിനിടയിലൂടെ, ഗാസയിലെ റെയ്ഡിനിടയിലൂടെ, 2 വർഷത്തെ റെയ്ഡിനിടയിലൂടെ 10ഓളം ബന്ദികളെ അവർക്ക് ജീവനോടെ മോചിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. നിരവധി മൃതദേഹങ്ങളും അവർക്ക് ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ അവസാനമായിട്ട് ഗാസയുടെ ഹമാസിൻ്റെ കയ്യിൽ അവശേഷിച്ചിട്ടുള്ളതായി പറയപ്പെടുന്നത് 58 പേരാണ്. അതിൽ നിന്ന് 2 മൃതദേഹങ്ങൾ ഇപ്പോൾ ലഭിക്കുക വഴി ഇനി ഉള്ളത് 56 പേരാണ്. അതിൽ 20 പേർ ജീവിച്ചിരിക്കുന്നു എന്നാണ് ഇസ്രായേലിൻ്റെ ഏകദേശ കണക്ക്. ഹമാസ് ഇതിൻ്റെ കണക്ക് പുറത്തുവിട്ടിട്ട് അപ്പോൾ അതങ്ങനെ നീളുന്നു. കൂടാതെ ആ ഒരു പീസ് പാക്ട്, വിറ്റ്കോഫ് മുന്നോട്ട് വെച്ച പീസ് പാക്ട് ഇതുവരെ യെസ് ഓർ നോ പറയാൻ ഹമാസ് തയ്യാറായിട്ടില്ല. കാരണം അതിൽ യെസ് പറഞ്ഞാലും നോ പറഞ്ഞാലും ഹമാസിനെ സംബന്ധിച്ച് അവരുടെ എക്സിസ്റ്റൻസിനെ ബാധിക്കുന്ന വിഷയമായതുകൊണ്ട് അവർ അതിൽ തീരുമാനം പറയാതെ അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ഇന്ന് ശ്രദ്ധിക്കുന്നത് ഈ യുദ്ധങ്ങളിലെ ഈ ചേഞ്ചിങ് സെനറിയോ ഒന്ന് പരിശോധിക്കാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസം ഓപ്പറേഷൻ സ്പൈഡർ വെബ് എന്ന് പറഞ്ഞുകൊണ്ട് ഉക്രൈൻ റഷ്യയിൽ നടത്തിയ ഭീകരമായ ഒരു ആക്രമണത്തെക്കുറിച്ച് പത്രങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. റഷ്യ എത്രയോ വലിയൊരു ശക്തിയാണ്. ആ രാജ്യത്തിൻ്റെ ഉള്ളിൽ കയറി ഉക്രൈൻ സൈബീരിയയിലെത്തി. 5000 കിലോമീറ്റർ ഉള്ള 5000 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഡൽഹിയിലൊക്കെ, ഇപ്പോൾ കേരളത്തിൽ നിന്ന് ഡൽഹിയിൽ എത്തുന്നേക്കാളൊക്കെ എത്രയോ അധികം ദൂരമാണ്. അപ്പം 5000 കിലോമീറ്റർ ഉള്ളിൽ കയറി അവരുടെ പ്രധാനപ്പെട്ട ഒരു വ്യോമതാവളം, അത് ന്യൂക്ലിയർ ബോംബുകൾ ഡെലിവറി ചെയ്യാൻ ഉപയോഗിക്കുന്ന വിമാനങ്ങൾ, ന്യൂക്ലിയർ ബോംബ് 3 തരത്തിലാണ് ന്യൂക്ലിയർ ബോംബുകൾ ഡെലിവറി ചെയ്യുന്നത്. അതിൽ 1 വിമാനത്തിൽ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്യുക എന്നുള്ളതാണ്, 2 മിസൈലുകൾ ഉപയോഗിച്ച് സെൻഡ് ചെയ്യുക എന്നുള്ളതാണ്, 3 സബ്മറൈനുകളിൽ നിന്ന് അയക്കുക എന്നുള്ളതാണ്. ഈ 3 സംവിധാനം വഴിയും ന്യൂക്ലിയർ ഡിവൈസസ്, ന്യൂക്ലിയർ ബോംബുകൾ മറ്റ് സ്ഥലങ്ങളിലേക്ക് അയക്കാൻ സാധിക്കും. അതിൽ ഇവരുടെ ന്യൂക്ലിയർ ബോംബുകൾ അയക്കുന്ന വിമാനങ്ങൾ പാർക്ക് ചെയ്തിരുന്ന എയർപോർട്ടിലാണ് ആക്രമണം നടത്തി 40 സൂപ്പർ ജെറ്റുകൾ തകർത്ത് കളയാൻ വേണ്ടി ഉക്രൈന് സാധിച്ചു. അപ്പോൾ അതുകൊണ്ട് റഷ്യ അങ്ങ് തകർന്നു പോയി എന്നല്ല, പക്ഷെ റഷ്യയെ പോലത്തെ ഒരു വലിയ രാജ്യത്തിനുള്ളിൽ കിടന്ന് അവരുടെ S-400 S-500 എന്നൊക്കെ പറയുന്ന ആൻറ്റി മിസൈൽ സിസ്റ്റങ്ങൾ, ആൻറ്റി ഡ്രോൺ സിസ്റ്റങ്ങൾ എത്രയോ കേപ്പബിൾ ആയിട്ടുള്ള സാധനങ്ങളാണ്. അപ്പോൾ അത്രയും ലോകത്തിലെ തന്നെ ഏറ്റവും സുപ്പീരിയർ ആയിട്ടുള്ള ആൻറ്റി മിസൈൽ സിസ്റ്റമാണ്, ഏരിയൽ ആൻറ്റി മിസൈൽ സിസ്റ്റമാണിത്. അപ്പോൾ ആ ആൻറ്റി മിസൈൽ സിസ്റ്റങ്ങളുടെ ഒക്കെ കണ്ണുവെട്ടിച്ച് ഈ റഷ്യയുടെ ഉള്ളിൽ ഇത്രയും ദൂരം സഞ്ചരിച്ച് പോയിട്ട് ഇതുപോലെ വലിയൊരു ആക്രമണം സംഘടിപ്പിക്കാൻ ഉക്രൈൻ പോലത്തെ ഒരു രാജ്യത്തിന് സാധിച്ചു എന്നുള്ളത് ചില്ലറ കാര്യമല്ല. ഉക്രൈനെ നമ്മൾ കുറച്ച് കാണുന്നില്ല. കാരണം ഉക്രൈൻ എന്ന് പറയുന്ന ആ കൊച്ചു രാജ്യത്തിൻ്റെ പുറകിൽ യൂറോപ്പ് മുഴുവൻ ഉണ്ട് എന്ന് നമുക്കറിയാം. അമേരിക്കയുടെ സഹായം അവർക്ക് ലഭിക്കുന്നുണ്ട്. ട്രംപ് സഹായിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അമേരിക്കയുടെ സഹായവും ലഭിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. പ്രത്യേകിച്ചും എലോൺ മസ്കിൻ്റെ സാറ്റലൈറ്റുകളുടെ വലിയ സഹായം ഉക്രൈന് നിരന്തരമായി ലഭിക്കുന്നുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. അപ്പോൾ എങ്കിൽ പോലും ഈ കൊച്ചു രാജ്യത്തിന് ഇത്രയും വലിയൊരു ശക്തിയുടെ ഉള്ളിൽ കയറി ആക്രമണം നടത്താൻ കഴിഞ്ഞു എന്നുള്ളത് സ്ട്രാറ്റജി, അല്ലെങ്കിൽ യുദ്ധതന്ത്രം എന്ന് നമ്മൾ മലയാളത്തിൽ വിളിക്കുന്ന ആ ഒരു സംഗതി, അതിൻ്റെ ആ ഒരു പ്രോമിനൻസ്, ആധുനിക യുദ്ധത്തിൽ അതിൻ്റെ പ്രോമിനൻസ് വളരെ വലുതാണ്. അപ്പോൾ ഇത്രയും വലിയ രാജ്യത്തിന് ഇതുപോലെയുള്ള സംവിധാനങ്ങൾ മുഴുവൻ ഒരുക്കിയിരിക്കുന്ന റഷ്യയുടെ ഉള്ളിലേക്ക് അത്രയും അകത്തേറെ എങ്ങനെ ചെയ്യാൻ സാധിച്ചു? കാരണം ഈ S-400 S-500 ഒക്കെ മിസൈലുകൾ മാത്രമല്ല, അതിനകത്ത് റഡാറുകൾ ഇറങ്ങുന്ന ഒരു സിസ്റ്റമാണത്. അതിനകത്ത് റഡാറുകൾ രാജ്യത്തിനുള്ളിലേക്ക് വരുന്ന ഫ്ലൈയിങ് ഓബ്ജക്ട്സും പ്രൊജക്ടൈൽസും ഒക്കെ കണ്ടുപിടിക്കുകയും അങ്ങനെ ഒരു പ്രൊജക്ടൈലിനെ ലൊക്കേറ്റ് ചെയ്താൽ ആ പ്രൊജക്ടൈലിലേക്ക് ആൻറ്റി മിസൈൽ സിസ്റ്റങ്ങൾ, മിസൈലുകൾ തന്നെയാണ്, അയക്കുകയും ചെയ്ത് അതിനെ ഇന്റർഫിയർ ചെയ്യുക എന്നുള്ളതാണ് സാധാരണ ചെയ്യുന്ന ടെക്നിക്ക്.
അപ്പോൾ ഇവിടെ എന്താ കുഴപ്പമെന്ന് ചോദിച്ചാൽ ഇവരുടെ ഈ റഡാർ സിസ്റ്റങ്ങളൊക്കെ ഇങ്ങനെയാണ് ടേൺ ചെയ്യുക. അപ്പം ഇങ്ങനെ ടേൺ ചെയ്ത് മുകളിൽ കൂടെ പോകുന്ന മുഴുവൻ ഓബ്ജക്ട്സിനെ ഇവർക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഒരു വളരെ താഴ്ന്നു പറക്കുന്ന പക്ഷേ ഒരു 3 കിലോമീറ്റർ താഴേക്കുള്ള 3000 മീറ്റർ താഴേക്കുള്ള ഓബ്ജക്ട്സിനെ ഈ റഡാറുകൾക്ക് കണ്ടുപിടിക്കാനാവില്ല. അപ്പം വിമാനങ്ങളാവട്ടെ, യുദ്ധവിമാനങ്ങളാവട്ടെ, മിസൈലുകളാവട്ടെ ഒക്കെ 3 കിലോമീറ്റർ മേലെ കൂടിയാണ് വരിക. താഴെ കൂടെ വന്നു കഴിഞ്ഞാൽ ബെയറായിക്കൊണ്ട് തന്നെ കാണാൻ സാധിക്കും. അപ്പം അതുകൊണ്ട് തന്നെ ഇത് വളരെ ഉയരത്തിൽ പറന്നിട്ടാണ് വരിക. അതിനെ ലൊക്കേറ്റ് ചെയ്യാനാണ് സാധാരണ റഡാർ സിസ്റ്റങ്ങൾ ഉപയോഗിക്കുന്നത്. കടലിലൊക്കെ ആണെങ്കിൽ കുറേ കൂടി താഴ്ന്ന തരത്തിൽ ചെയ്യാൻ പറ്റും. നേരെ മറിച്ച് കരയിൽ ഒത്തിരി താഴ്ന്ന തരത്തിൽ റഡാറുകൾ ഉപയോഗിക്കുന്ന സമയത്ത് പർവ്വതങ്ങളുടെയും ഒക്കെ തടസ്സമുള്ളത് കൊണ്ട് ആകാശത്തൂടെ വരുന്ന ഒബ്ജക്റ്റുകളെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഇത് ഏകദേശം ഒരു 30-40 ഡിഗ്രി മേലെ കൂടിയാണ്. അങ്ങനെയാണ്, അല്ലാണ്ട് 360 ഡിഗ്രി എന്ന് പറയുന്ന ഒരു രീതി അല്ല, 180 ഡിഗ്രി എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു സർവീലൻസ് ഇതുകൊണ്ട് സാധിക്കില്ല. അപ്പോൾ അതിന് സെപ്പറേറ്റ് ടൈപ്പ് ഓഫ് റഡാർസ് ഉപയോഗിക്കണം. അപ്പോൾ അത് സാധാരണഗതിയിൽ അതിർത്തി പ്രദേശങ്ങളിൽ ഈ 360 ഡിഗ്രി റഡാർ എന്ന് പറയുന്നത് 360 ഡിഗ്രി എന്ന് പറയുന്നത് ശരിക്കും വെർട്ടിക്കലായിട്ട് വരുന്നത് 180 ഡിഗ്രിയാണ്. 180 ഡിഗ്രി റഡാർ ആൻഡ് ദിസ് ഇസ് ഇൻ ദിസ് വേ ഇറ്റ് ഇസ് 360 ഡിഗ്രി. അതിപ്പോൾ എല്ലാ റഡാറുകളും ഇൻ ദിസ് വേ ഇറ്റ് ഇസ് 360 ഡിഗ്രി. പക്ഷേ ഇങ്ങനെ പോകുമ്പം എത്ര എന്നുള്ളതാണ് ദിസ് ടൈപ്പ് ഓഫ്. അപ്പോൾ അത് പിന്നെ പൊതുവെ റഡാറുകൾക്ക്, ഈ ആൻറ്റി മിസൈൽ സിസ്റ്റങ്ങളുടെ റഡാറുകൾക്ക് വളരെ താഴ്ന്നു വരുന്ന ഒബ്ജക്റ്റുകളെ ലൊക്കേറ്റ് ചെയ്യാൻ സാധിക്കില്ല. ഈ ഡ്രോൺ എന്ന് പറയുന്ന സാധനം എത്ര വേണമെങ്കിലും താഴ്ത്തി കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സാധനമാണ്. അപ്പോൾ അത് ആളുകളുടെ കണ്ണിൽ പെടാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു റീസണബിൾ ഉയരത്തിലൂടെയാണ് സാധാരണ ഇത് പോവുക. സൈലൻസർ ഘടിപ്പിച്ച് ശബ്ദമുണ്ടാക്കാതെ, എന്നാൽ റഡാറുകളുടെ കണ്ണിൽ പെടാതെ താഴ്ന്നു പറക്കാൻ ഡ്രോണുകൾക്ക് സാധിക്കും എന്നുള്ളതാണ് ഈ ഡ്രോണുകളുടെ വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ പാകിസ്ഥാൻ വളരെയേറെ ഡ്രോണുകൾ നമ്മുടെ രാജ്യത്തേക്ക് പ്രയോഗിച്ചത് നമുക്കറിയാം. പക്ഷേ പാകിസ്ഥാൻ വിചാരിക്കുന്നതിന് മുൻപ് തന്നെ ഡ്രോണുകളെ കണ്ടുപിടിക്കാൻ പറ്റിയ 360 ഡിഗ്രി റഡാർ സിസ്റ്റങ്ങൾ ഇന്ത്യ ധാരാളമായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് പാകിസ്ഥാന് മുൻകൂട്ടി കാണാൻ സാധിച്ചില്ല. അതുകൊണ്ടാണ് അവർ വളരെ തന്ത്രപൂർവ്വം എന്ന് വിചാരിച്ച് പ്രയോഗിച്ച ഈ ഡ്രോണുകൾ പൂർണ്ണമായിട്ടും പരാജയപ്പെട്ടു പോയത്. ഒരുപക്ഷെ ഓപ്പറേഷൻ സിന്ദൂറിലേക്ക് നയിച്ച പെഹൽഗാം അറ്റാക്ക് പാകിസ്ഥാൻ ക്ഷണിച്ചു വരുത്തിയ ഒരു യുദ്ധമായിരുന്നു എന്ന് വേണമെങ്കിൽ ചിന്തിക്കാവുന്നതാണ്. കാരണം പെഹൽഗാം പോലത്തെ ഒരു സ്ഥലത്ത് വന്ന് അത്തരത്തിലുള്ള ആക്രമണം നടത്തിയാൽ ഇന്ത്യ തിരിച്ചാക്രമിക്കും എന്നുള്ളത് 100% ഉറപ്പാണ്. അപ്പോൾ ഇവരുടെ കയ്യിലുള്ള ഈ തുർക്കി മെയ്ഡ് ഡ്രോണുകളുടെയും ചൈനീസ് ഡ്രോണുകളുടെയും ഒരു ബലത്തിൽ ഇന്ത്യയിൽ കിടന്ന് വലിയ ആക്രമണം നടത്തുവാൻ സാധിക്കും എന്ന് പാകിസ്ഥാൻ വിചാരിച്ചിരുന്നു എന്ന് വേണം കരുതാൻ. ഇപ്പോൾ യുക്രൈൻ റഷ്യയിൽ ചെയ്തതുപോലത്തെ ഒരു വലിയ ആക്രമണം ഡ്രോണുകൾ ഉപയോഗിച്ച് ഇന്ത്യയിൽ ചെയ്യാൻ സാധിക്കുമെന്ന് പാകിസ്ഥാൻ ആൻറ്റിസിപ്പേറ്റ് ചെയ്തിരുന്നു. പക്ഷേ ഇന്ത്യക്ക് മുൻകൂട്ടി 360 ഡിഗ്രി റഡാർ സിസ്റ്റങ്ങൾ ഉള്ളത്, അതും ഇന്ത്യയിൽ തന്നെ ഉണ്ടാക്കിയ റഡാർ സിസ്റ്റങ്ങൾ ഉള്ളത് ഒരുപക്ഷെ പാകിസ്ഥാന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അവരുടെ ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള ധാരാളം ഡ്രോണുകൾ ഉപയോഗിച്ചിരുന്നു, ന്യൂമറബിൾ. പക്ഷേ ആ ആക്രമണം 100% പരാജയമായിരുന്നു. അതിൻ്റെ കാരണം ഇതാണ്. നേരെ മറിച്ച് റഷ്യയെ സംബന്ധിച്ച് റഷ്യയുടെ ഇന്റീരിയർ ഒരുപക്ഷെ ബോർഡറുകൾ വലിയ രാജ്യമാണ്. റഷ്യ എന്ന് പറയുന്നത് വലിയ രാജ്യമാണ്, ഒരു ഭൂഖണ്ഡത്തോളം വലിയ രാജ്യമാണ്. അത്രയും വലിയ രാജ്യത്തിൻ്റെ എല്ലാ അതിർത്തികളും കാക്കുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആണ്, ആരെ കൊണ്ട് സാധിക്കുന്ന കാര്യമല്ല. ഈ വലിപ്പം പലപ്പോഴും ഒരു വലിയ പാരയായിത്തീരും. ചെറിയ സ്ഥലം പ്രൊട്ടക്ട് ചെയ്യുന്നത് പോലെ അല്ല വലിയ സ്ഥലം പ്രൊട്ടക്ട് ചെയ്യുന്നത്. ഇതിലേക്കൂടെയാണ് കടന്നു കയറി വരുന്നത് പറയാൻ പറ്റില്ല. ഇവരുടെ റഷ്യയുടെ അതിർത്തിയിലൂടെ സൈബീരിയയിലൊക്കെ ഐസ് വീഴുകയും ഐസിന് കട്ടി കുറയുകയും തണുപ്പിൽ വേരിയേഷൻ വരികയൊക്കെ ചെയ്യുന്ന കാലഘട്ടങ്ങളുണ്ട്. അപ്പോൾ അത്തരം സമയങ്ങളിലൊക്കെ നുഴഞ്ഞു കയറാനും ഒക്കെ സാധിക്കും. ഉക്രൈൻ വളരെ ശ്രദ്ധയോടെ യുദ്ധം ചെയ്യുന്ന ഒരു രാജ്യമാണ്. അതുകൊണ്ടാണ് അവർക്ക് ഇത്തരം ഒരു കാര്യം പോസിബിൾ ആയിട്ടുണ്ടാവുക എന്ന് വേണം വിചാരിക്കാൻ. എന്തായാലും റഷ്യയെ സംബന്ധിച്ചത് വലിയ ഒരു നാണക്കേടാണെന്ന് മാത്രമല്ല, റഷ്യയുടെ ഏതൊക്കെ പ്രദേശങ്ങളിൽ ഉക്രൈൻ ഇതുപോലെ നുഴഞ്ഞു കയറി ആക്രമണം നടത്താൻ തയ്യാറായിരിക്കുന്നുണ്ട് എന്നുള്ളത് റഷ്യയെ സംബന്ധിച്ച് ഏതുറക്കത്തിലും ഞെട്ടിക്കുന്ന ഒരു സ്വപ്നമാണ് എന്ന് വേണം വിചാരിക്കാൻ. അതുകൊണ്ടാണ് റഷ്യ ഒരു പ്രത്യാക്രമണത്തിന് വൈകുന്നത് എന്ന് വേണമെങ്കിലും നമുക്ക് ഊഹിക്കാവുന്നതാണ്. പുടിൻ പലതവണ പറഞ്ഞു ഇതിന് പ്രത്യാക്രമണം ഉണ്ടാവുമെന്ന് പറഞ്ഞു. പക്ഷേ എങ്കിൽ പോലും റഷ്യ ഇതിന് പ്രത്യാക്രമണത്തിന് മടിക്കുന്നതിൻ്റെ ഒരു റീസൺ റഷ്യയിലെ മോസ്കോയിൽ തന്നെ അടുത്ത് ഇവരുടെ ഇതുപോലെയുള്ള സിസ്റ്റങ്ങൾ വെച്ചിട്ടുണ്ടോ എന്നുള്ളത് ഇപ്പോൾ റഷ്യക്ക് സംശയമുണ്ട് എന്നാണ് വാർ അനാലിസിസ് പറയുന്ന ആളുകൾ പറയുന്നത്. ഈ ലോകത്തിലെ അണുവായുധങ്ങൾ മുഴുവൻ റഷ്യയുടെ അമേരിക്കയുടെ കയ്യിലാണെന്ന് നമുക്കറിയാം. 88% അണുവായുധങ്ങളും റഷ്യയുടെ അമേരിക്കയുടെ കയ്യിലാണ്. പക്ഷേ ഇതൊന്നും ഒരു സാധാരണ യുദ്ധത്തിൽ ഉപയോഗിക്കാൻ പറ്റില്ല. അണുവായുധം എല്ലാവരുടെ കയ്യിലും ഉണ്ട്, ഉപയോഗിച്ചാൽ തിരിച്ചു കിട്ടും. ഉക്രൈൻ്റെ കയ്യിൽ അണുവായുധമില്ലെന്ന് കരുതി യുക്രൈൻ്റെ പുറകിൽ യൂറോപ്പ് അമേരിക്കയൊക്കെ ഉണ്ട്. അപ്പോൾ റഷ്യ അവിടെ കൊണ്ടുപോയിട്ട് അണുവായുധം കത്തിച്ചിട്ടാൽ തിരിച്ച് ഏത് വഴിക്കേത് വരുന്നതെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അണുവായുധം പ്രയോഗിക്കുക എന്നുള്ളത് ഒരു യുദ്ധത്തിൽ ഇന്നത്തെ കറണ്ട് വേൾഡിൽ അത് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആയിട്ടൊരു കാര്യമാണ്, നടപ്പിലാത്ത കാര്യമാണ്. യുദ്ധങ്ങൾ തന്നെ ലോകത്തിൽ യുദ്ധങ്ങൾ ഇല്ലാതാക്കിയതിൻ്റെ ഒരു പ്രധാന കാരണം അണുവായുധങ്ങളാണ്. കാരണം അണുവായുധം ഒരു ടോട്ടൽ ഡിസ്ട്രക്ഷൻ ഉണ്ടാക്കുന്ന സാധനമാണ്. അതായത് ആക്രമിക്കുന്നവരെ തന്നെ കൊന്നുകളയുന്ന സാധനമാണ്.
ആളുകൾ ആത്മഹത്യ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇത്തരം സാധനങ്ങൾ വളരെ സാധാരണഗതിയിൽ ഉപയോഗിക്കപ്പെടുകയില്ല. ഉക്രൈന് നേരെയും പുടിൻ അണ്വായുധം പ്രയോഗിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഒരുപക്ഷെ പുടിൻ്റെ തലയ്ക്ക് അവർ ലക്ഷ്യം വെച്ചേക്കാനാണ് കൂടുതലും സാധ്യത എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം വളരെ സ്ട്രോങ് ആയിട്ടുള്ള KGB അവർക്കുണ്ട്. അവരുടെ KGBക്കാളും സ്ട്രോങ് ആണ് ഉക്രൈൻ്റെ എപ്പിയോളജി സിസ്റ്റം എന്ന് വേണം വിചാരിക്കാം. അല്ലെങ്കിൽ അവർക്ക് ഇത്ര ഇതകത്ത് കയറ്റിയിട്ട് കൊണ്ടുവന്ന് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കില്ല. എപ്പിയോളജി സിസ്റ്റം എന്ന് പറഞ്ഞ യുദ്ധത്തിൽ ഇറ്റ് ഈസ് സോ ഇമ്പോർട്ടൻറ്റ്, സോ ക്രൂഷ്യൽ. ഇതേ പ്രോബ്ലം ഇറാനും ഫേസ് ചെയ്യുന്നുണ്ട്. ഇറാൻ ഒരു വലിയ രാജ്യമാണ്. അപ്പം ഈ ഇസ്രായേലൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇറാൻ ഒരു വലിയ രാജ്യമാണ്. ഇറാന്റെ മിലിറ്ററി ശക്തി വെച്ച് നോക്കുമ്പോൾ ഇറാന്റെ മുഴുവൻ ബോർഡറുകളെ ഒന്നും പ്രൊട്ടക്ട് ചെയ്യാനുള്ള ശേഷിയൊന്നും ഇറാനില്ല. ഇപ്പം ഇറാനകത്ത് എതിലേക്ക് നുഴഞ്ഞു കയറിയിട്ടുണ്ടെന്ന് ഇറാന് യാതൊരു ഉറപ്പുമുള്ള കാര്യമല്ല. അതാണ് ഇറാനെ ഞെട്ടിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് ഹിസ്ബുള്ളയുമായിട്ട് ഇസ്രായേൽ മുട്ടുതന്നെ ഇസ്രായേൽ എന്താ ആദ്യം ചെയ്തത്? ഇസ്രായേൽ പേജർ ബോംബുകൾ ഉപയോഗിച്ച് അവരുടെ ഓരോരുത്തരുടെയും അരയിൽ തന്നെ സ്ഫോടനം സംഘടിപ്പിക്കുകയാണ്. ഇത് ആരെങ്കിലും സ്വപ്നത്തിൽ കണ്ട കാര്യമാണോ? ഹിസ്ബുള്ള അതോടെ തന്നെ തീർന്നു പോയിട്ടുണ്ട്. അവർക്ക് ചെറുക്കാനുള്ള ശേഷി മുഴുവൻ പോയി. അവരുടെ ഒരുപാട് കമാൻഡർമാരും യുദ്ധം നിയന്ത്രിക്കുന്ന ക്യാമന്മാരും ഒക്കെ ഈ അരയിലിരുന്ന് പൊട്ടിയ പേജർ കൊണ്ട് വയറോ അല്ലെങ്കിൽ ശരീരത്തിന്റെ പ്രധാന ഭാഗങ്ങളൊക്കെ നഷ്ടപ്പെട്ട് കുറെ പേര് മരിച്ചുപോയി, കുറെ പേര് എഴുന്നേക്കാനാവാത്ത വിധം കിടപ്പിലായിപ്പോയി, ആശുപത്രിയിലായിപ്പോയി. അതിനുശേഷമാണ് ഇസ്രായേൽ ആക്രമണം തുടങ്ങിയത്. എന്തൊരു വലിയ കാൽക്കുലേഷൻ ആണെന്ന് നോക്കണം. എത്രയോ ആളുകളെ ഒന്നിച്ച് അവരിയ്ക്കുന്ന സ്ഥലത്ത് പോയി കൊന്നതിന് ശേഷം അല്ലെങ്കിൽ എഴുന്നേക്കാൻ പറ്റാത്തതിന് പരിക്കേൽപ്പിച്ച ശേഷം. അതാണ് പറയുന്നത് യുദ്ധതന്ത്രങ്ങൾ എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് സംഗതിയാണ്. പിന്നീട് ഹിസ്ബുള്ളയ്ക്ക് തല പൊക്കാൻ പറ്റിയിട്ടില്ല. നിരന്തരമായി അടികളിലൂടെ ഹിസ്ബുള്ളയെ തീർത്ത് കളഞ്ഞു. ഇതേ പ്രശ്നം ഇറാന്റെ ആറ്റമിക് കേന്ദ്രങ്ങളെ, ന്യൂക്ലിയർ കേന്ദ്രങ്ങളെ ഇസ്രായേൽ ആക്രമിക്കുമെന്ന് പറയുന്നു. ഭൂമിക്കടിയിലുള്ള ന്യൂക്ലിയർ കേന്ദ്രങ്ങളിലെ അതിന്റെ സെന്ററിൽ പോയി ആക്രമിക്കുമെന്ന് വേണ്ട. ഇതിനകത്ത് പ്രവേശിക്കാനുള്ള സ്ഥലം കൊണ്ട് പൊടിച്ചു കളഞ്ഞാൽ മതി. പർവ്വതങ്ങളുടെ ഉള്ളിലാണ് ഇത്തരം സാധനങ്ങൾ നിലനിൽക്കുന്നത് നമുക്കറിയാം. ആ പർവ്വതങ്ങളിലേക്ക് പ്രവേശിക്കാനുള്ള പ്രവേശന കവാടങ്ങൾ പൂർണ്ണമായും തകർത്ത് കളയാൻ പിന്നെ എങ്ങനെ ഇതിനകത്തേക്ക് പോവാം? ഞാൻ സാന്ദർഭികമായിട്ട് ഒരു അണ്ടർഗ്രൗണ്ട് പവർ സ്റ്റേഷൻ എന്നാണ് അന്നത് പരിചയപ്പെടുത്തിയിട്ടുള്ളത്. വിസിറ്റ് ചെയ്യാൻ എനിക്ക് ഒരു അവസരം ലഭിച്ചിട്ടുണ്ട്. ഒരു വലിയ പർവ്വതത്തിൻ്റെ അടിയിലാണ് ഈ സാധനം ഉള്ളത്. നമ്മൾ സാധാരണ ടെറൈനിൽ നിന്ന് 7 കിലോമീറ്റർ ഉള്ളിലേക്ക് യാത്ര ചെയ്തതാണ്. 7 കിലോമീറ്റർ യാത്ര ചെയ്യുമ്പോഴാണ് ഈ പർവ്വതത്തിൻ്റെ പീക്കിൻ്റെ അടിയിൽ നമ്മൾ എത്തുന്നത്. ഇതുപോലെ മറ്റേ ഭാഗത്തേക്കും 7 കിലോമീറ്റർ ട്രാവൽ ചെയ്യാം. അതായത് ഈ പർവ്വതത്തിൻ്റെ അടിഭാഗത്തിൻ്റെ അല്ലെങ്കിൽ പർവ്വതം ഇങ്ങനെ ഇരിക്കുന്നു, അതിൻ്റെ അടിഭാഗത്തിൻ്റെ മൊത്തം നീളം എന്ന് പറയുന്നത് 14 കിലോമീറ്ററാണ്. ആ 14 കിലോമീറ്ററും രണ്ട് ഭാഗത്തും തുരങ്കം നിർമ്മിച്ച് 14 കിലോമീറ്റർ റോഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല വീതിയുള്ള 2 ലൈൻ റോഡാണ്. അതിൻ്റെ സെൻറ്ററിൽ 7 കിലോമീറ്റർ എത്തുന്ന സ്ഥലത്താണ് ഈ പവർ സ്റ്റേഷൻ നിലനിൽക്കുന്നത്. ഇതുപോലെയുള്ള സ്ഥലങ്ങളിലാണ് ന്യൂക്ലിയർ പവർ സ്റ്റേഷൻസും വെക്കുക. ഇതോ ഒരു ഹൈഡ്രൽ പവർ സ്റ്റേഷനാണ് എന്നാണ് പറഞ്ഞത്. നമുക്കറിയില്ല എന്ത് പർപ്പസ് വേണ്ടി ഉണ്ടാക്കുക. അത് കൺസ്ട്രക്ഷൻ്റെ സമയത്താണ് ഞാൻ ആ സൈറ്റ് വിസിറ്റ് ചെയ്യാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുള്ളത്. അപ്പം അങ്ങനെ ഒരു സ്ഥലത്ത് ആ പർവ്വതത്തിന് മുകളിൽ ഏത് ബോംബ് കൊണ്ടിട്ടാലും ശരി ഇതിനകത്തുള്ള പവർ സ്റ്റേഷൻ തകരില്ല. കാരണം അതിൻ്റെ മുകളിൽ എത്രയോ കിലോമീറ്റർ ഉയരത്തിൽ പർവ്വതം ഉയർന്നു നിൽക്കുന്നുണ്ട്. പക്ഷേ ഈ പർവ്വതത്തിലേക്ക് പ്രവേശിക്കുന്ന പ്രവേശന കവാടം ഒരു 100-200 മീറ്റർ തകർത്തുള്ള ഞാൻ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിനകത്തോട് കയറാൻ പറ്റത്തില്ല. ഇതൊരു ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ ആണെന്ന് വിചാരിക്കുക. ന്യൂക്ലിയർ പവർ സ്റ്റേഷനകത്ത് നേരത്തെ പ്ലാന്റ് ചെയ്ത ഒരു ബോംബുണ്ടെന്ന് വിചാരിക്കുക. ഒരു സാധാരണ ബോംബ്, വലിയ കൂടിയ ബോംബൊന്നും വേണ്ട, ഒരു സാധാരണ ബോംബ്. ആ ബോംബ് ഒരു റിമോട്ട് ഡിവൈസ് ഉപയോഗിച്ച് ബ്രേക്ക് ചെയ്യുകയും അതോടൊപ്പം തന്നെ ഇതിലേക്കുള്ള എൻട്രീസ് ബ്ലോക്ക് ചെയ്യുകയും ചെയ്താൽ പിന്നെ ഒരു കാലത്തും ഇതിനകത്തേക്ക് പ്രവേശിക്കാനാവില്ല. കാരണം ആ ഉള്ളിൽ പൊട്ടിയ ചെറിയ ഡിവൈസ് കൊണ്ട് തന്നെ അതിനകത്ത് ന്യൂക്ലിയർ ലീക്കേജ് ഉണ്ടായിട്ടുണ്ടാവും. പിന്നീട് മനുഷ്യർക്ക് അതിനകത്തേക്ക് പ്രവേശിക്കാനാവില്ല. ന്യൂക്ലിയർ ലീക്കേജ് ക്രിയേറ്റ് ചെയ്യാൻ മാത്രമുള്ള ഒരു ചെറിയ എക്സ്പ്ലോഷൻ ഒരു ന്യൂക്ലിയർ പവർ സെന്ററിന്റെ ഉള്ളിൽ സംഘടിപ്പിക്കാൻ സാധിച്ചാൽ പിന്നീട് അതിനകത്തേക്ക് ആക്സസ് ചെയ്യാൻ പറ്റില്ല. നേരെ മറിച്ച് റോഡുകളിലൂടെ അതിനകത്തേക്ക് കടന്നു ചെല്ലാൻ പറ്റുകയാണെങ്കിൽ അകലെ നിന്നുകൊണ്ട് നിങ്ങൾ റിമോട്ടിംഗ് സംവിധാനങ്ങളോ റോബോട്ടുകളൊക്കെ ഉപയോഗിച്ച് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ കടന്നു പോകാനുള്ള വഴിയില്ലാതായി പോയാലോ? അത് എന്നേക്കുമായിട്ട് പോയി എന്ന് വിചാരിച്ചാൽ മതി. വേറൊരു പുതിയ തുരങ്കം ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കുകയില്ല. കാരണം റേഡിയേഷനെ സംബന്ധിച്ചുള്ള ഭയം. അതുകൊണ്ട് ഈ ഇസ്രായേൽ ഏത് തരത്തിലാണ് ഇറാന്റെ ന്യൂക്ലിയർ പവർ സ്റ്റേഷനുകളെ ആക്രമിക്കുക എന്ന് ഒരു തരത്തിലും പ്രഡിക്റ്റ് ചെയ്യാനാവില്ല. കാരണം ഇസ്രായേലിന്റെ എപ്പിയോണജി, ചാരപ്രവൃത്തി, ചാരസംഘടന അത്രത്തോളം സ്ട്രോങ് ആണ്. ഇവരുടെ എല്ലാ ന്യൂക്ലിയർ പവർ സ്റ്റേഷനുകളിലും നിശ്ചയമായും ഇസ്രായേലിന് ആക്സസുകൾ ഉണ്ടാവും എന്നുറപ്പാണ്. വേറെ ഒരു ടെക്നിക്ക് പുതുതായിട്ട് ഉപയോഗിക്കുന്നത് ഈ ന്യൂക്ലിയർ പവർ സ്റ്റേഷന്റെ ഉള്ളിൽ തന്നെ ഗൈഡിംഗ് ഡിവൈസുകൾ വെക്കുക എന്നുള്ളതാണ്. ഇൻഫ്രാറെഡ് റേഡിയേഷൻ വഴി പുറത്തേക്ക് മെസ്സേജ് അയക്കുന്ന സംവിധാനങ്ങൾ വയ്ക്കുക. പുറത്തേക്ക് മെസ്സേജ് അയക്കുന്ന സംവിധാനങ്ങൾ ഇതിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ പുറമേ നിന്ന് വരുന്ന ഒരു മിസൈലിനെ വിളിച്ചു വരുത്തി അകത്ത് ചെന്ന് ആക്രമിപ്പിക്കാൻ ആ സംവിധാനത്തിന് സാധിക്കും. അതും എപ്പിയോണജി വഴി ചെയ്യാൻ പറ്റുന്ന സംവിധാനങ്ങളാണ്. അപ്പം മാറി വരുന്ന യുദ്ധതന്ത്രങ്ങളിൽ ഏതെല്ലാം തരം ടെക്നിക്കുകളാണ് ഉപയോഗിക്കപ്പെടുക എന്ന് പറയാൻ പറ്റില്ല.
ഇത് ഇറാന്റെ ഉഴക്കം കിടത്തുന്ന ഒരു വിഷയമാണ് എന്നുള്ളത് എല്ലാവർക്കും. അതുകൊണ്ടാണ് ഖമനേയി പറയുന്നത്, ഒരു ഭാഗത്ത് അദ്ദേഹം പറയും ട്രംപിനോട് പറയും മര്യാദ പഠിപ്പിക്കാൻ പറയണ്ടെന്ന് പറയും, അന്ന് വൈകുന്നേരം തന്നെ അദ്ദേഹം പറയും ചർച്ചകൾ തുടരാൻ ഞങ്ങൾ തയ്യാറാണെന്ന് പറയും. അപ്പോൾ ഒരു ഭാഗത്ത് ഇദ്ദേഹം പറയും ട്രംപ് മര്യാദ പഠിപ്പിക്കാൻ പറയണ്ടെന്ന് പറയും, വൈകുന്നേരം വിട്ടല്ല ചർച്ചയ്ക്ക് ഞങ്ങൾ തയ്യാറാണ്, ചർച്ചയ്ക്ക് ഇന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ചർച്ച തുടരാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അടിക്കല്ലേ അപ്പുറത്ത് പോയിട്ട് ഒന്ന് പറയും, ഇപ്പുറത്ത് വന്നിട്ട് ഒന്നും പറയും. കാരണം അടി കിട്ടിയാൽ പോകാന്നുള്ള കാര്യം അറിയാം. അപ്പം അടി കിട്ടാതിരിക്കാൻ തക്ക രീതിയിലുള്ള ഒരു സംവിധാനത്തിൽ ഇത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് മോഡേൺ യുദ്ധങ്ങൾ കൺവെൻഷണൽ വാറുകളിൽ നിന്ന് കൂടുതൽ വ്യത്യസ്തമായി സ്ട്രാറ്റജി ബേസ്ഡ് ആയിട്ടുള്ള യുദ്ധങ്ങളായിട്ട് മാറുന്നു. ഇപ്പോൾ ഹൂതികളുടെ നേരെ അമേരിക്ക പ്രയോഗിച്ചത് വലിയ ബോംബ് കൊണ്ട് അതിന് തല കൊണ്ടിടുക എന്നുള്ളതാണ് ചെയ്തത്. വൻ ശക്തികളുടെ രീതി അതാണ്. അവരെ സംബന്ധിച്ച് അവർക്ക് ക്ഷമയില്ല. അവരുടെ ഒരുപാട് ആയുധങ്ങളുണ്ട്, പണമുണ്ട്. അപ്പോൾ ഇതിൻ്റെ പുറകെ നടക്കാനും സമയമില്ല. കുറേ കൊണ്ട് വാരിയിടുക, ചത്തില്ലയോ കുറേ വാരിയിട്ടു. നേരെ മറിച്ച് ഇസ്രായേല് കുറച്ച് സോർട്ടീസ് ഹൂതികൾക്ക് നേരെ ചെയ്തുള്ളൂ. ഹൂതികളുടെ കൈകാലം ഒടിഞ്ഞുപോയി. കാരണം അവരുടെ ഇറാനിൽ നിന്നൊക്കെ അവർക്ക് ആയുധങ്ങൾ വന്നുകൊണ്ടിരുന്ന ആ പോർട്ടുകളെല്ലാം വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് അവിടെ പോയിട്ട് തകർത്തു, ഓരോന്നോരോന്നായിട്ട് തകർത്തു. കൂടാതെ അവർ ഓപ്പറേറ്റ് ചെയ്തിരുന്ന പ്രധാനപ്പെട്ട എയർപോർട്ടുകളും അതിൻ്റെ മുകളിൽ പോയി മണിക്കൂർ കണക്കിന് ബോംബ് ചെയ്ത് അവർ തകർത്ത് കളഞ്ഞു. അതോടെ ഹൂതികൾ അടങ്ങി. നേരെ മറിച്ച് ഇസ്രായേലിൻ്റെ അമേരിക്കയുടെ ആക്രമണത്തിൽ ഹൂതികൾ അടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. വലിയ നഷ്ടം ഹൂതികൾക്ക് അമേരിക്ക ഉണ്ടാക്കി എന്നുള്ളൊരു വസ്തുതയാണ്. അവിടെ ഒരുപാട് സാധനങ്ങൾ അവർ തകർത്ത് കളഞ്ഞു. പക്ഷെ അവർ തകർക്കുന്നത് ആന ചവിട്ടുന്നത് പോലത്തെ ഒരു ചവിട്ടാണ്. ഈ ഉറുമ്പിനിട്ട് പോയിട്ട് ആന ചവിട്ടി കഴിഞ്ഞാൽ ഉറുമ്പ് ആനയുടെ കാലിനിടെ കയറി രക്ഷപ്പെടും. ഉറുമ്പിനെ ചവിട്ടണമെങ്കിൽ അതിന് പറ്റിയ കറക്റ്റായിട്ടുള്ള ചെറിയ ടൂൾ ഉപയോഗിച്ച് ആക്രമിച്ചാലേ ഉറുമ്പ് ചാവുള്ളൂ. സോ ഇങ്ങനത്തെ മാറി മാറി വരുന്ന യുദ്ധതന്ത്രങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളത് വളരെ രസകരമായ ഒരു സംഗതിയാണ് എന്ന് മനസ്സിലാവും.